ഹലോ ഹായ് നമസ്കാരം. ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നതേ ഉള്ളൂ. നമ്മുടെ ആദൂട്ടിയുടെ ബർത്ത്ഡേ അല്ലായിരുന്നു ഫെബ്രുവരി 5. അപ്പം കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും കാണിക്കാമെന്ന് പറഞ്ഞു. പറ്റിയില്ല കേട്ടോ, അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ആദൂട്ടി ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് എന്നെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നതാണ് കേട്ടോ. ആദൂട്ടിൻ്റെ ഉടുപ്പ് കാണാൻ വേണ്ടി ആദൂട്ടി പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നതാണ്. അപ്പം ഒരുപാടില്ല, നമ്മളെ സംബന്ധിച്ച് ആദൂട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഗിഫ്റ്റാണ് കേട്ടോ. അതിനൊരു ഗിഫ്റ്റ് വന്നാൽ ഞാൻ എല്ലാവരെയും കാണിച്ചിട്ടില്ലായിരുന്നോ? അപ്പോൾ നമുക്ക് ആദൂട്ടിയുടെ ഗിഫ്റ്റ് കണ്ടാലോ? പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഒന്ന് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കേട്ടോ ഫസ്റ്റ് ഇതെടുക്കാം. നിങ്ങൾ വിചാരിക്കും അപ്പച്ചട്ടിയാണ്, ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് അപ്പച്ചട്ടിയാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു, അപ്പച്ചട്ടിയല്ല കേട്ടോ. ഇതാണ് കേട്ടോ ആദ്യത്തെ ഡ്രസ്സ്. നമ്മുടെ വിഷ്ണു തെറാപ്പിസ്റ്റ് തന്നാണ് കേട്ടോ. കുട്ടീൻ്റെ തെറാപ്പിസ്റ്റ് മാമൻ തന്ന ഉടുപ്പാണ്. ഇതാണ് കേട്ടോ. ഇതൊക്കെ വെച്ചേ പുളിയാണ് കേട്ടോ. പുളിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ്. പിന്നെ ഉള്ളത് പാൻറ്. രമ്യ ചേട്ടനിനി പാൻറ്റൊക്കെ ഇട്ട് പോകുമോ? സന്തോഷമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് കേട്ടോ. അപ്പം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാവേ. രണ്ടാമത്തത് ഇതാണ് കേട്ടോ. രണ്ടാമത്തെ ഇത് ഒരു നിക്കറും ഉടുപ്പിൽ കിട്ടിയതിന് സന്തോഷമാണ് കേട്ടോ. നിക്കറും പിന്നെ ഒരു അത് വേറെ എന്തിൻ്റെയാണ് കേട്ടോ. ഇതൊരു ഇതുണ്ടോ, അടിപൊളിയല്ലേ? ഒരു ബനിയനും ഇതും. ആദൂട്ടിക്ക് ഇങ്ങനത്തെയാണ് ഞാൻ എടുത്തു കൊടുക്കാറ്, കാരണം ആദ്യമോൻ ഇങ്ങനത്തെ ഇടാനായിട്ട് വിട്ട ഇഷ്ടം. ഇത് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിതാഞ്ചി കേട്ടോ. നമ്മുടെ ആദൂട്ടീനെ ഷിതാഞ്ചി എടുത്ത് കൊടുത്താണ്. ഷിതാഞ്ചി പൈസ ഇട്ടിട്ട് എടുത്ത് കൊടുത്താണ് കേട്ടോ. ഇതൊന്ന്. ഇതും അതുപോലെ തന്നെ ഷിതാഞ്ചിൻ്റെയാണ്. ഇത് ഷിതാഞ്ചിൻ്റെ രണ്ടാമത്തെ. ഇതും ഷിതാഞ്ചി പറഞ്ഞിട്ടെടുത്തത്. ഇതും ഷിതാഞ്ചി പറഞ്ഞിട്ടെടുത്തത്. അപ്പം അങ്ങനെ ഇത് ഈ രണ്ട് ജോഡി ഷിതാഞ്ചി മേടിച്ചതാട്ടോ. അപ്പം അത് നമുക്ക് ഇവിടെ വയ്ക്കാം. അടുത്തത് അടുത്തത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അതൊരു സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ അതൊട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് നിക്കറ്. ഇത് രണ്ടും കൂടി ഇതുണ്ടോ, ഒരെണ്ണത്തിൽ രണ്ട് ജോഡിയാന്ന് തോന്നുന്നു. ഒരു കൈയില്ലാത്തൊരു ഉടുപ്പ്. ഇത് കൈയുള്ളത് ഒരെണ്ണം. അപ്പം ഇങ്ങനെ ഇത് രണ്ടെണ്ണമാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. അപ്പം ഇത് രണ്ടെണ്ണമാണ് കേട്ടോ. ഇതിനി ഇങ്ങോട്ട് വെച്ചേക്കാം. ഇനി അടുത്തത് ഇത് നമ്മളൊന്ന് എടുത്ത് നോക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇതാണ് കേട്ടോ. പിഞ്ഞു പോയോ? ഇതാണ് കേട്ടോ. ഇതൊക്കെ ആദ്യത്തേക്ക് സൂപ്പറായിട്ട് ചേരും. ഇതാണ് അടുത്ത രണ്ടെണ്ണം കേട്ടോ. അപ്പോൾ ഈ പച്ചയാണ് കേട്ടോ. അതുകൊണ്ടിക്ക് ഇങ്ങനത്തെ നിറവില്ലാത്തതാണേ. ഇതാണ് പച്ചയല്ല, ഒരു ലൈറ്റ് പച്ച. ഇതാണ് ചാണകപ്പച്ച കേട്ടോ. ഇതാണ് അടുത്തത്. ഇനി അടുത്തത് ഇത് ഏകദേശം ആ സെയിം നിറമാണ് കേട്ടോ. എനിക്ക് ഡ്രസ്സ് ആർക്കാ തന്നേന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഇത് ഒരു തൊപ്പി വെച്ചതാണ് കേട്ടോ.
തൊപ്പിയുള്ളത് കേട്ടോ. ഇത് ഒരാൾ മാത്രം ആരെയും തന്നേന്ന് അറിയത്തുള്ളൂ. നമ്മുടെ താത്ത തന്നെയാണ് ആദുട്ടീൻ്റെ. ഇത് രണ്ടും കേട്ടോ. ഇനി അടുത്തത് നേരത്തെ പോലെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. കളർ ചേഞ്ച് ആണ് ഇത് കേട്ടോ. ഇത് രണ്ടെണ്ണം കേട്ടോ. ഇത് രണ്ടും ഒന്നാണേ, ഒരെണ്ണത്തിലുണ്ടായിരുന്നെയാണ്. ഇതാണ് അടുത്തത് കേട്ടോ. സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ട് ഉടുപ്പൊക്കെ ഇട്ട് പോവുകയാണേ. പൊളിയാണ്. ഇതടുത്തത് കേട്ടോ. കുറേ താമസിച്ചു പോയിട്ട്. അപ്പം നമ്മുടെ ഉടുപ്പിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് താമസിച്ചു പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഈ ആദൂട്ടി എന്നും ഓരോരോ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇടാൻ പറ്റിയില്ല. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇത്ര താമസിച്ചതിന്. ഇനി അടുത്തതായി കിട്ടിയതാണ് ഇത് കേട്ടോ. ഇത് ആദൂട്ടിക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നിടത്തെ അമ്മുക്കുട്ടി കൊണ്ടുപോയി കൊടുത്താണ്. അതെ, ലൈറ്റ് കേടും കത്തും ഇഷ്ടായോ? ആദൂട്ടിക്ക് ഇതൊക്കെ ഇഷ്ടമായി കേട്ടോ. ഇത് ഉണ്ണിച്ചേട്ടൻ്റെ കൂട്ടുകാർ കൊണ്ടുപോയി കൊടുത്താണ്. JCB അല്ലേ? വണ്ടി കണ്ടപ്പോഴേ JCB ഇഷ്ടായോ? JCB ആണ് കൊച്ചിന് ഇഷ്ടമായത്. ഉടുപ്പൊക്കെ ഈ അമ്മ എന്നും ഇടിപ്പിക്കുന്നതല്ലേ അല്ലേ? അടുത്തത് നമ്മുടെ അടുത്ത തോക്കാണ് കേട്ടോ. അപ്പോൾ തോക്ക് ഒത്തിരി കാണിക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം തോക്ക് കാണിച്ചിട്ട് എനിക്ക് ഇത് പോയതാട്ടോ. കമൻറ്റൊക്കെ ഓഫായി പോയതാണ്. അതുകൊണ്ട് തോക്ക് ഒത്തിരി കാണിക്കത്തില്ല. ഇത്രയാണ് നമ്മുടെ ആദൂട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റ്. നമ്മളെ സംബന്ധിച്ച് വലിയ ഗിഫ്റ്റാണ് കേട്ടോ. ഒരുപാട് വലിയ ഗിഫ്റ്റാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാതിരുന്നു. നമ്മളൊന്നും പിറന്നാൾ പോലും ഒരു ആഘോഷമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നമുക്ക് നമ്മുടെ ആദൂട്ടിക്ക് ഇത്രയും കിട്ടിയപ്പം ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ആദൂട്ടിക്ക് സന്തോഷമാണ്. അപ്പോൾ ഇത്രയാണ് കിട്ടിയ ഗിഫ്റ്റ്. ഇതെല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് എന്നും വിചാരിക്കും കേട്ടോ. ഗിഫ്റ്റ് കാണിക്കണം. പക്ഷേ ഒരു ഉടുപ്പ് ഞാൻ ഇട്ടേ, വേറെ ഒരു ഉടുപ്പ് ഞാൻ ഇട്ടുപോയി. അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. ഞാൻ ഇട്ടുപോയി. അതുകൊണ്ട് ഞാൻ ഇടിപ്പിച്ചത്. ഞാൻ ഇട്ടുപോയി എന്ന് പറഞ്ഞതിന് കളിയാക്കി ചിരിക്കുന്ന. ഞാനിട്ടെന്നല്ല, നിന്നെ ഇടിപ്പിച്ചെന്നാടാ പറഞ്ഞത്. നിന്നെ ഇടിപ്പിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ അമ്മേനെ കളിയാക്കുന്നേ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇത്രയാണ്. ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ആദൂട്ടിക്ക് ഒരു ജീരക മിഠായി കിട്ടിയാൽ പോലും അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക്. എൻ്റെ മോനെ അപ്പോൾ ആദൂട്ടിക്ക് ഒരു മിഠായി കിട്ടിയാൽ പോലും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ വിചാരിച്ചു ഉണ്ണിക്കൂട്ടിനെയൊക്കെ നിർത്തിയിട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉണ്ണിക്കൂട്ടിന് ഇച്ചിരി പിപ്പിരിയാണേ. അപ്പം ശരിയാകത്തില്ല. ഇന്ന് ഇച്ചിരി ഒരു ഉടക്കി നടക്കുവാണ് ഉണ്ണിക്കൂട്ടൻ. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും വേണ്ടില്ല, ഈ വീഡിയോ എടുക്കാം. എന്നിട്ട് ബാക്കി വീഡിയോ നാളെ തൊട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ 1 മണി എങ്ങാണ്ടായി തോന്നുന്നു. വീഡിയോ 2 മണിയാകുമ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ. നമ്മുടെ ഒരു കോള് വന്നു പോയിട്ടോ. അതാണ് ഇടയ്ക്കൊരു കട്ടായിപ്പോയത്. അർജൻറ്റ് കോളായിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ലോങ് വീഡിയോ വരുന്നത് ഇന്ന് 2 മണിക്കാണ്. അപ്പം നമ്മളെ പറ്റുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് കമൻറ്റ് ഇടുക, ഒക്കെ ഒന്ന് ചെയ്യണം. കാരണം നല്ല സപ്പോർട്ടാണ് കേട്ടോ. നമുക്കുള്ളവരെല്ലാം നല്ല സപ്പോർട്ടാണ്. നല്ല പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരും ഒന്ന് ചിന്തിക്കണം. ഞങ്ങൾ മനുഷ്യന്മാരാണ്, പച്ചയായ മനുഷ്യന്മാരാണ്. ഞങ്ങൾക്കും വിഷമം വരും. അപ്പം നെഗറ്റീവ് ഇടുന്നവരൊന്ന് ചിന്തിക്കുക. കാരണം ഇന്ന് രാവിലെ എനിക്ക് കുറേ വന്നിട്ടുണ്ട്. ഞാനെല്ലാം ഹൈഡ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിന് വേണ്ടി വിഷമിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ ചിന്തിക്കുക, നമ്മളും പച്ചയായ മനുഷ്യനാണ്. അതുകൊണ്ട് വന്ന കമൻറ്റ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നെഗറ്റീവ് കമൻറ്റുകാർക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വിലയും ഇല്ലാത്തവരാണ്. പിന്നെ അവരുടെ ആ കമൻറ്റ് വായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എൻ്റെ വായി കൊണ്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഡെറ്റോളിട്ട് കഴിയേണ്ടി വരും. അതുകൊണ്ടാണ് നെഗറ്റീവ് കമൻറ്റ് വായിക്കാത്തത്. അപ്പോൾ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോയാണ്. നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് ഓടി വന്നിട്ട് കിട്ടുന്ന സമയം കൊണ്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദൂട്ടിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.
പിന്നെ അടുത്തുള്ള ബെല്ലേക്ക് അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.